അങ്ങനെ നാട്ടിലെത്തിയ ശേഷം പിന്നെ യുഎസിലോട്ട് എപ്പോഴാണ് വന്നത്? ആ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ തന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴും സെയിം ജോബ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള അതെങ്ങനെ അതെ. അപ്പം കുവൈറ്റ് എയർവേസ് കുവൈറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ കെയ്റോ ബേസ് ചെയ്ത് ഈ കുവൈറ്റ് എയർവേസ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി, ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ അന്നേരം അവരെന്നോട് പറഞ്ഞു കെയ്റോയിലോട്ട് വരാനായിട്ട് വിളിച്ചു. പക്ഷേ ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം അമേരിക്കയിലാണ്. കുറേ കഴിഞ്ഞ് തന്നെ അവർ JFK എയർപോർട്ടിലൊരു പൊസിഷൻ ഉണ്ടാക്കി എനിക്ക് കുവൈറ്റ് എയർവേസിൽ തന്നെ ജോലി കിട്ടി. അതേ പൊസിഷൻ തന്നെ ഇവിടെ കിട്ടിയോ അതോ? അന്ന് ഞാൻ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായി. കാരണം ഇവിടുന്ന് ഫോറിൻ കൺട്രീസിലൊന്നും ഓപ്പറേഷൻസിന്റെ ആവശ്യമില്ല. എയർപോർട്ടിൽ മാത്രം ഒരു ചെറിയ അതിൻ്റെ ഒരു യൂണിറ്റേ ഉള്ളൂ. അപ്പം ഞാൻ അതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയത് ഇവർ പറഞ്ഞു സെയിൽസിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ സെയിൽസിലായി, കസ്റ്റമർ സർവീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ന്യൂജേഴ്സി ഓഫീസിൽ ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് പോർട്ട്ലി എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരു ഓഫീസ് ഉണ്ടാക്കി. അത് 2014 ഞാനും വൈഫും എൻ്റെ മകനും മരുമകളും കൂടെ ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ പ്ലെയിനെ വെച്ച് വൈഫിനൊരു സ്ട്രോക്ക് ഉണ്ടായി. ഫ്ലൈറ്റെ വെച്ച് ഓൾമോസ്റ്റ് ഇൻ ദി സ്കൈ ഓഫ് കുവൈറ്റ്. കുവൈറ്റിൻ്റെ എയർ സ്പേസിൽ കയറിയപ്പോഴാണ്. ആ സമയത്ത് ലാൻഡ് ചെയ്യാൻ പോകുന്ന അനൗൺസ്മെന്റ് വന്നപ്പം വൈഫ് ബാത്റൂമിൽ പോയി, മുഖം കഴുകാനായിട്ട് ബാത്റൂമിൽ പോയി, അവിടെ വെച്ച് കൊളാപ്സ് ചെയ്തു പോയി. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ നേരമായിട്ട് കാണാഞ്ഞിട്ട് ക്രൂ ചെന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഫെയിൻറ്റ് ചെയ്ത് ബാത്റൂമിൽ കിടക്കുന്നതായിട്ടാണ്. പിന്നെ പുള്ളിക്കാരിയെ പുറത്തെടുത്തപ്പം ഇറ്റ് സോ ഹാപ്പൻ ലക്ലി ഐ കൺസിഡർ ഇറ്റ് ആസ് എ ഗോഡ്സ് പ്രോവിഡൻസ്. ഒരു സ്ട്രോക്കിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇവിടുന്ന് കുവൈറ്റിലോട്ട് പോകുമായിരുന്നു. ഞങ്ങളുടെ സെയിം പ്ലെയിനിൽ ഞങ്ങളുടെ 2 സീറ്റിൻ്റെ ബാക്കിൽ ഒരു അറബി ഇവിടുന്ന് മയോ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ആ പേഷ്യൻറ്റിനെ അക്കമ്പനി ചെയ്ത് ഈ ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓക്സിജനും, പ്ലെയിനിലുണ്ട് ഓക്സിജൻ, എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഓക്സിജൻ സിലിണ്ടറും മരുന്നുകളും ഒക്കെ അന്ന് ഈ സ്ട്രോക്കിന് മരുന്ന് ഉപയോഗിച്ചില്ല, മറ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ വെച്ച് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അതുകൊണ്ട് എത്രയും പിടിയുന്ന പ്ലെയിൻ ലാൻഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാം, യു ക്യാൻ സേവ് ഹെർ, ഇതൊരു മാസീവ് സ്ട്രോക്കായിട്ട് തോന്നുന്നു പറഞ്ഞു. പിന്നെ പ്ലെയിൻ ടച്ച് ഡൗൺ ചെയ്തപ്പം തന്നെ അവർ ആംബുലൻസൊക്കെ ക്യാപ്റ്റൻ വിളിച്ചു. കാരണം ഞങ്ങളെ അറിയുന്നവരായിരുന്നു ക്യാബ് ക്രൂ ഒക്കെ, ഞാൻ ഇത്രയും നാളോടെ വർക്ക് ചെയ്തുകൊണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് 4 hours കഴിഞ്ഞു പോയി. ഈ സ്ട്രോക്ക് വന്ന 4 hours ഇത് ഈ ക്ലോട്ട് ഡിസോൾവ് ചെയ്യാൻ മരുന്ന് കൊടുത്താൽ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ 4 മണിക്കൂർ കഴിഞ്ഞു പോയി, ഈ ക്ലോട്ട് കട്ടിയായിപ്പോയി. അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇൻ ദ ബ്രെയിൻ അത് സെറിബെല്ലം ആൻഡ് പോൺസ് ഏറിയ കംപ്ലീറ്റ്. കാരണം പുള്ളിക്കാരിക്ക് അതിനൊരു 1.5 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡൻറ്റിൽ നീ ചെന്ന് ഡാഷ്ബോർഡിൽ ഇടിച്ച് നീക്ക് ഇച്ചിരി ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ആ നീ റീപ്ലേസ് ചെയ്തെടുത്തൊന്ന് ബ്ലഡ് ക്ലോട്ടിങ്ങിന് പോയി. ഹാർട്ടിലൊരു ചെറിയ ഡയഫ്രത്തിനൊരു ഈ വാൽവിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഇത് മേളിലോട്ട് പോയി. അപ്പോൾ ഈ പ്ലെയിൻ ഡിസെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് അപ്പോട്ട് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ ബ്ലഡ് ക്ലോട്ട് അകത്ത് കയറി ബ്രെയിനിൽ ചെന്ന് അങ്ങനെയാണ് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പം അന്ന് രാത്രിയിൽ വൈഫ് ജോലി ചെയ്തിട്ടാണ് പോകുന്നത്, നൈറ്റ് ജോബ് ചെയ്തിട്ടാണ്. ഒരു ദിവസം കൂടെ അവധി കിട്ടാൻ വേണ്ടി നൈറ്റ് ജോബ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ പ്ലെയിനിൽ കയറി ഉടനെ തന്നെ അങ്ങ് ഫുഡ് കഴിച്ചു. ബിസിനസ് ക്ലാസ്സിൽ ഇങ്ങനെ ഫ്ലാറ്റ് ബെഡ് പോലെ ഒത്തിരി സ്ട്രെച്ച് ചെയ്യാവുന്ന ബെഡായിരുന്നു. അതിലെങ്ങനെ കിടന്നു അങ്ങ് ഉറങ്ങി. ഈ 12 hours അങ്ങ് 1 stretch ഉറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് ഈ സ്ട്രോക്ക് ഉണ്ടായി. അപ്പം അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് സ്ട്രോക്ക് അവിടുന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഞങ്ങൾ എയർ ആംബുലൻസിൽ ആളിനെ കുവൈറ്റിൽ നിന്ന് ന്യൂയോർക്കിലോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ കുവൈറ്റ് എയർവേസ് ഡിഡ് എ വണ്ടർഫുൾ ഹെൽപ്പ്.
ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദാറ്റ്. അവർ കുവൈറ്റ് എയർവേസിൻ്റെ എക്കോണമിയിലെ ഒരു സ്ട്രെച്ചർ ഫിറ്റ് ചെയ്തു. സീറ്റ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ സ്ട്രെച്ചർ ഫിറ്റ് ചെയ്ത് വൈഫിനെയും ഞങ്ങളെ ഫാമിലി, എൻ്റെ ബ്രദേഴ്സൊക്കെ മസ്കറ്റിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഡോഹയിലൊക്കെ ഉണ്ടായിരുന്നു ബ്രദേഴ്സ്. അവർ ഒക്കെ വന്നവരെ ഞങ്ങളെല്ലാവരെയും കൂടെ ന്യൂയോർക്കിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ന്യൂയോർക്കിൽ വന്ന് ന്യൂയോർക്ക് പ്രെസ്ബിറ്റേറിയൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞ് ഇവർ എങ്ങനെങ്കിലും ലൈഫ് സേവ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ ഹെവി ഡോസ് മരുന്ന് കൊടുത്തു. ആ മരുന്ന് ബോഡി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് മാറി. ബോഡി റിയാക്ട് ചെയ്ത് ആ മരുന്നിനോട്. കാരണം റിയാക്ട് ചെയ്ത് ഇൻ ദ സെൻസ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആയിരുന്നു. ദേഹത്തെല്ലാം ഇങ്ങനെ ബബിൾസ് പോലെ, തീപുള്ളി പോലെ ബബിൾസ് വന്നു ദേഹം മുഴുവൻ. എന്നിട്ട് അത് പൊട്ടി ദേഹത്തെല്ലാം അങ്ങ് വ്രണം പോലെ അങ്ങ് ആയി. എക്സെപ്റ്റ് ഹെർ ഫേസ് ദേഹം മുഴുവനായി. അതിന് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. പിന്നെ ആ സമയത്തൊന്നും വായിക്കൂടെ ഫുഡൊന്നും പറ്റത്തില്ലായിരുന്നു. ഓക്സിജനും പിന്നെ ഈ പെപ്റ്റ്യൂബ് ഇട്ടിട്ട് വയറിൻ്റെ കൂടെ കിഴിച്ച് ട്യൂബിൽ കൂടെയാണ് ഫ്ലൂയിഡൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഗോൺ കേസ് പോലെ ആയിരുന്നു. പക്ഷെങ്കിൽ അത്ഭുതകരമായിട്ട് ദൈവം വിടുവിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ ജനങ്ങളുടെ അറിവിലേക്കും ചേർത്ത് ഞാനൊരു ബുക്ക് എഴുതാനായിട്ട് അന്ന് തൊട്ട് എഴുതുന്നുണ്ട്. പക്ഷെ വൈഫിന് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടില്ല. വൈഫ് അത് കഴിഞ്ഞ് 7 മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. കാരണം ഈ അതെ അവിടുന്ന് പിന്നെ റീഹാബിലോട്ട് മാറ്റി, പിന്നെ സബ് അക്യൂട്ട് റീഹാബിലോട്ട് മാറ്റി. ഇപ്പം സുഖമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട്. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ട് ഇതുപോലുള്ള ലോങ് ഫ്ലൈറ്റ് എടുക്കാൻ പോകരുത്. അതിനു മുമ്പ് തന്നെ, കാരണം എൻ്റെ വൈഫിന് പറ്റിയത് തലേ രാത്രി ജോബ് ചെയ്തിട്ട് രാവിലെ വന്ന് പെട്ടെന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പ്ലെയിനിൽ കയറി പോരുമായിരുന്നു. അപ്പം ഒരു ഫിസിക്കലി നമ്മൾ ടയേർഡായിട്ട് പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പം വെള്ളം കുടിച്ചിട്ടില്ല, വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് പോലും ഇല്ല. എന്നാൽ പ്ലെയിൻ യാത്ര ചെയ്യുമ്പം ഒത്തിരി വെള്ളം കുടിക്കണം. അത് ചെയ്തില്ല. ടയർഡായിട്ട് കയറി വെള്ളം ഇനഫ് കുടിച്ചില്ല. പിന്നെ മൂവ്മെന്റ് ഇല്ലാതെ കിടന്നു. പ്ലെയിനിൽ ഇത്രയും ലോങ് ഫ്ലൈറ്റ് നമ്മൾ എടുക്കുമ്പോഴേ വോക്ക് വേ കൂടെ നടക്കണം കുറച്ച്. അത് ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നടക്കുകയും മൂവ് ചെയ്യുകയും ചെറിയ എക്സസൈസ് അതിന് വേണ്ടിയുണ്ട്, എയർലൈൻസിലുണ്ട്. ഞാൻ അതൊക്കെ ഈ പാസഞ്ചേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ജോലിയും കൂടി. അപ്പം അങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യണം. ഫീറ്റ് കാരണം ഒരു എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ മെഡിക്കേഷനുള്ള മാർഗമില്ലല്ലോ, ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലല്ലോ. ഇതുപോലെ അവേഴ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യത്യാസം വരും. മാക്സിമം അവർക്ക് ഇച്ചിരി ടൈലിനോളോ അതുപോലൊക്കെയുള്ള ബാൻഡേഡോ അതൊക്കെ കാണത്തുള്ളൂ പ്ലെയിനിൽ. ഓക്സിജനും കാണും, അല്ലാതൊന്നും ഇല്ല. സോ യു കനോട്ട് എക്സ്പെക്ട് എനി ട്രീറ്റ്മെന്റ് ഓവർ ദെയർ. പിന്നെ അവർ അനൗൺസ് ചെയ്യും ഇനി ഡോക്ടേഴ്സ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആക്സസറീസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള. പിന്നെ സ്ട്രോക്ക് വന്നാൽ എന്തായും, അത് കഴിഞ്ഞ് എങ്ങനെ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, അതായത് ഇപ്പം ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റ് ഫാമിലി മെമ്പേഴ്സ് എങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ വൈഫ് ആയതുകൊണ്ട് ഞാൻ എന്തുമാത്രം അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തു, എൻ്റെ മക്കൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തു. അവർക്ക് എങ്ങനെ ഇതിന് കോപ്പറേഷൻ കൊടുക്കാൻ, സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്താണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സർജറി ഒക്കെ ചെയ്തിട്ട് ഉള്ള ട്രാവലൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് ആർ യു ഫിറ്റ് ഫോർ ദ ട്രാവൽ എന്നൊക്കെ മനസ്സിലാക്കി വേണം കയറാൻ. പിന്നെ നമ്മള് ഈ ആസ്പിരിൻ എടുക്കുക എന്ന് പറയുമല്ലോ, 81 മില്ലിഗ്രാം ആസ്പിരിൻ റെജീം, അത് ഒരിക്കലും മുടക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് എടുക്കുന്നത് നല്ലതാണ്. പിന്നത്തെ അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായി. ഫ്ലൈറ്റിലാവുമ്പോൾ നമ്മുടെ ടൈമിങ്ങും എല്ലാം മാറിയല്ലോ, എപ്പോഴാണ് കഴിക്കുന്നത്, എത്ര അവേഴ്സ് ആയി എല്ലാം നമ്മള് റൈറ്റ് ടൈമിന് ഫുഡ് ആയിരിക്കത്തില്ല, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. റുട്ടീനൊക്കെ ചേഞ്ച് ചെയ്യുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്താണ് അത് എഴുതുന്നത്. നല്ലതായിരിക്കും, നല്ലൊരു
അതിന്റെ ലോഞ്ചിങ് ഒക്കെ നമുക്ക് നടത്താം. ഇപ്പം ഈ ട്രാവൽ എയർപോർട്ട് ബന്ധപ്പെട്ട് ആയതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് കസ്റ്റമേഴ്സിന് വരുന്ന പാസഞ്ചേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അന്നത്തെ സിസ്റ്റമൊക്കെ മാറി കാണും. എന്നാലും ജനറലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നോർമൽ ട്രാവലേഴ്സിനൊക്കെ ചിലപ്പം ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ല, അത് ഞാൻ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമ്പോഴേ 2016 പോകുന്നത്. അപ്പൊ അന്നുണ്ടായിരുന്ന കാര്യങ്ങൾ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള പറയത്തുള്ളൂ. ഇപ്പം ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ എയർ ട്രാവലിനെ മെയിൻലി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, എൻ്റെ ജോബ് എക്സ്പീരിയൻസ് കൂടി മനസ്സിലാക്കിയത്, നമുക്ക് കിട്ടേണ്ട ഒരുപാട് റൈറ്റ്സ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് ഇഗ്നറൻസ്, നമ്മൾ അവെയർ അല്ലാത്തത് കൊണ്ട് we are losing so many things, especially from the Middle East Airlines. അപ്പം അവര് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ തരത്തില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നാട്ടിൽ പറയുന്ന പോലെ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബാഗേജ് നഷ്ടപ്പെട്ടാൽ, അല്ലെ ബാഗേജിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ, നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഞ്ചറി, ഈവൻ നമ്മളിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്ത് നമുക്ക് ഒരു ബ്രൂസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെ ബ്ലീഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഫെലോ പാസഞ്ചേഴ്സിൻ്റെ ബാഗ് നമ്മുടെ തലയിലോട്ട് വീഴും, മേളിലോട്ട് വെക്കുമ്പോഴോ എടുക്കുമ്പോഴോ ഒക്കെ മുട്ടുകയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ഫുഡ് കിട്ടിയില്ലെങ്കിൽ, അല്ലെ ഫുഡിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ, കണ്ടാമിനേറ്റഡ് ഫുഡാണെന്ന് മനസ്സിലാകുകയാണെങ്കിൽ, അല്ലെ ക്രൂ നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ തരാതിരുന്നാൽ, അതിനുവേണ്ടി നമ്മളെ ഇഗ്നോർ ചെയ്യുകയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഇതിനെല്ലാം കോമ്പൻസേഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. പിന്നെ ബാത്റൂം നീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ, അതൊക്കെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റേൺ എയർലൈൻസ് ഒക്കെ പണ്ട് കാലങ്ങളിൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഖത്താർ എയർവേസ്, എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഇങ്ങനെയുള്ള എയർലൈൻസ് പിന്നെ ഒക്കെ നല്ലതായിട്ട് ഇപ്പം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പണ്ടത്തേതിലും. അന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടെർബിൾ. അവര് നമ്മളെ, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കാരെന്ന് കാണുമ്പോൾ ഒരു വേറൊരു ട്രീറ്റ് ചെയ്യുന്നത്. ഒരു സായിപ്പിനെയും ഒരു ഇന്ത്യക്കാരനെയും കൂടെ കണ്ടാൽ, ഇന്ത്യക്കാരൻ എത്ര വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാലും അവരെ നമ്മളെ വേറൊരു തരത്തിലാണ് കാണുന്നത്, ഒരു ലെവലിലാണ് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്ക്രിമിനേഷൻ കണ്ടാൽ ദാറ്റ് ഓൾസോ വി ക്യാൻ കംപ്ലൈൻ. യെസ്, അത് വലിയൊരു. പിന്നെ അപ്പം ബാഗേജ് ഒക്കെ നഷ്ടപ്പെട്ടു, അല്ലെ ബാഗേജിൽ ഈവൻ ഒരു നമ്മൾ സാംസ്നൈറ്റിൻ്റെ ഒരു എക്സ്പെൻസീവ് സൂട്ട് കേസുമായിട്ട് പോയി അതിൻ്റെ പുറത്തൊരു സ്ക്രാച്ച് വന്നാൽ വി ക്യാൻ കംപ്ലൈൻ. അപ്പോൾ അതിനൊരു മിനിമം കോമ്പൻസേഷൻ ഉണ്ട്, അത് കിട്ടണമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഫ്രജൈൽ സ്റ്റിക്കർ ഒട്ടിച്ച് പോവുകയാണെങ്കിൽ, സ്റ്റിൽ എന്തെങ്കിലും പൊട്ടുകയാണ്, സ്റ്റിക്കറും ഉണ്ട് എന്ന് വരികിൽ, ദാറ്റ് ഓൾസോ വി ക്യാൻ കംപ്ലൈൻ. പിന്നെ അതുപോലെ നമ്മൾ ഒരു പ്രോപ്പർ ഫുഡ്, ഇവർ മെനു തന്നു കഴിഞ്ഞിട്ട് മെനുവിൻ്റെ അകത്ത് പ്രോപ്പർ ഫുഡ് തന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ നമുക്ക് ഇല്ലെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇനഫ് തന്നില്ലെങ്കിലോ നമുക്ക് ചോദിക്കാൻ പറ്റും. അതിന് കോമ്പൻസേഷൻ തരും. അതിന് കോമ്പൻസേഷൻ വൗച്ചർ അതിന് വേണ്ടിയിട്ടുണ്ട്. മീൽ കോമ്പൻസേഷൻ വൗച്ചറുണ്ട്. അതൊക്കെ ചിലപ്പം ഈ ക്രൂ ചിലപ്പം മിണ്ടാതിരിക്കും. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അവെയർ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ക്ലെയിം. പിന്നെ ഈ ലേറ്റ് അറൈവൽ, ഫൈനൽ ഡെസ്റ്റിനേഷൻ ലേറ്റ് ആയിട്ട് വന്നു, കണക്ഷൻ മിസ് ചെയ്ത് പോയി, അഗെയിൻ വി ക്യാൻ ആസ്ക് ഫോർ കോമ്പൻസേഷൻ. അല്ലെ ഡിലേ വന്നതിൻ്റെ കോമ്പൻസേഷൻ അവർ പറയും. ഈ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ അല്ലെ വെതർ റിലേറ്റഡ് ഡിലേ ആണെന്നുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ ഇല്ല എന്ന IATA റൂളുണ്ട്. അതല്ലാതെ ഇവരുടെ ഉദാസീനത കൊണ്ട് എന്തെങ്കിലും ഡിലേ സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു ദാറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു പ്ലെയിൻ വന്ന് ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു, പാസഞ്ചർ ജെട്ടി വന്ന് നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് താമസിച്ചു, അതിൻ്റെ ഓപ്പറേറ്റർ ഇല്ലെങ്കിൽ പ്ലെയിൻ അവിടെ നിർത്തി നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കേണ്ട സമയം വരും ചിലപ്പോഴും. അതും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇരിക്കുമ്പോൾ മറ്റേ പ്ലെയിൻ പോയെന്നിരിക്കും, നമ്മുടെ കണക്ഷൻ മിസ് ചെയ്തെന്നിരിക്കും. ദാറ്റ് വി ക്യാൻ ഡെഫിനറ്റ്ലി ക്ലെയിം. കാരണം അത് വെതർ റിലേറ്റഡും അല്ല, എയർ ട്രാഫിക് കൺട്രോളും അല്ല. അതിനെപ്പറ്റിയൊക്കെ അവെയർ ആകണം. പിന്നെ ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് അവർ ചെയ്യുമല്ലോ, ചിലപ്പം ചെയ്യത്തില്ല. അതിന് ഡിപ്പെൻസ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ടിക്കറ്റ് യു ബൈ.
അതിനെ ആശ്രയിച്ചിരിക്കും. അതായത് അവിടെ ബ്രേക്ക് ചെയ്യുന്ന ടിക്കറ്റ് ആണെങ്കിൽ കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ബാഗേജിൻ്റെ കാര്യങ്ങൾ, ഡാമേജ്, നഷ്ടപ്പെട്ട ബാഗേജ്. ഇപ്പം ബാഗേജ് ഒന്നും നഷ്ടപ്പെടുത്തില്ല, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഓരോ പീസും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അത് അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് പോയി പ്ലെയിനിലോട്ട് ലാൻഡ് ചെയ്യുക, എല്ലാം ഒരു കൗണ്ടറിൽ നിന്ന് അവിടുന്നെങ്കിലും എല്ലാം ഡിവൈഡ് ചെയ്ത് ടാഗിലെ QR കോഡ് ഇട്ട് അതാത് പ്ലെയിനിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ബാഗ് നഷ്ടപ്പെടുന്ന കേസ് ഇപ്പം വളരെ ചുരുക്കമാണ്. അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം പറഞ്ഞത് എന്തുമാത്രം വർത്തി ഇൻഫർമേഷൻ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല, ബട്ട് സം ഐഡിയസ്, പിന്നെ പഴയ കാര്യങ്ങളെ പറ്റി കേൾക്കാനും ഒരാളിനെ കൂടെ പരിചയപ്പെടാനും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് മാത്രമേ ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് റിമാർക്കബിൾ ആയത്. 44 ഇയേഴ്സോ? 44 ഇയേഴ്സ് കുവൈറ്റ് എയർവേസ് മാത്രം, വേറൊരു ജോലിക്ക് എങ്ങും പോയിട്ടില്ല. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെ. ഞാനത് കുവൈറ്റ് എയർവേസിൽ കയറാനുണ്ടായ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്, പിന്നെ എൻ്റെ വേറെ സാലറിയെക്കാട്ടിലും കൂടുതൽ അട്രാക്ഷൻ ഫ്രീ ടിക്കറ്റ് കിട്ടുമെന്നുള്ളത്. അപ്പം അമേരിക്ക വന്നിട്ട് പോലും എല്ലാ വർഷവും 2 ചില സമയത്ത് 3 പ്രാവശ്യം ഒരു വർഷത്തിൽ പോയ സമയമുണ്ട്. വൺസ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്താൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അതൊക്കെ പരിചയപ്പെടുത്താനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ യൂട്യൂബ് ചാനൽ വഴി ചെയ്യാൻ ചെയ്തത് ഇറ്റ്സ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. ഈ ജോൺ സാമുവൽ ഈ ഗ്രേസ് വോയിസ് സ്റ്റുഡിയോ ഇങ്ങനെ ആരംഭിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇൻഫർമേഷൻ ആളുകളിൽ നിന്നും എടുത്ത് പബ്ലിക്കിൻ്റെ അറിവിലേക്ക് വേണ്ടി പകർത്തി കൊടുക്കുവാനും പ്രചരിപ്പിക്കുവാനും ചെയ്യുന്ന എഫേർട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പത്രധർമ്മം എന്ന് പറയുന്നത് പോലെ തന്നെ പത്രധർമ്മം എന്ന് പറയുന്നതിന് ഒരു മാൻഡേറ്റ് ഉണ്ടല്ലോ, എങ്ങനെയൊക്കെയാണ് അതായിരിക്കണം. ഈ കള്ളപ്രചരണങ്ങൾ നടത്തിയ ആളുകളെ കൊണ്ട് വഴക്കുണ്ടാക്കിക്കാനും പറ്റും, സമാധാനം പുനഃസ്ഥാപിക്കാൻ പറ്റും, വർത്തിയ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും, പുതിയ നല്ല തലമുറയെ കെട്ടിപ്പടുക്കാൻ പറ്റും. അങ്ങനെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് നല്ല ഒരു മാർഗമാണ്. ഈ മാധ്യമത്തിൻ്റെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നതായിട്ടുള്ള തിരക്കേറിയ ജോലിക്കിടയിലും കുടുംബജീവിതത്തിൻ്റെ ഇടയിലും ഇങ്ങനെ സമയം കണ്ടെത്തി ഇതിനു വേണ്ടി വേർതിരിച്ച് ചെയ്യുന്ന എഫേർട്ടിനെ അങ്ങേയറ്റം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വൈഫിൻ്റെ ഈ അസുഖമൊക്കെ വന്നതിന് ശേഷം അധികം ട്രാവൽ ചെയ്യാറില്ല. Okay, അപ്പോൾ thank you very much. Thank you very much. Thank you. God bless you.